എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. വയനാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു. പി.വി. അബ്ദുൽ വഹാബ് MP നിലമ്പൂർ മോഡൽ GUP സ്കൂളിലും KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് വീട്ടിക്കുത്ത് സ്കൂളിലുമെത്തി വോട്ട് രേഖപ്പെടുത്തി. പി.വി. അബ്ദുൽ വഹാബ് MP നിലമ്പൂർ മോഡൽ GUP സ്കൂളിലെത്തി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉള്ള നല്ല പ്രതീക്ഷയിൽ ആദ്യം മുതൽ നേരെ വോട്ട് ചെയ്യിപ്പിക്കുക എന്നല്ലേ. നിങ്ങൾ എത്ര പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം എന്താ? കഴിഞ്ഞ തവണ നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കുറവ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മലപ്പുറത്ത്. അത് മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. 5 ലക്ഷം എന്നൊരു വലിയൊരു സ്വപ്ന ഭൂരിപക്ഷമാണ് UDF ആദ്യം മുതൽ പറയുന്നത്. അപ്പോൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ ഈ ആളുകളെ വരിയൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? 3 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ. അത് കുറച്ച് കൂട്ടുക എന്നുള്ള വലിയ ടാസ്ക് ഒന്നും അല്ല. പിന്നെ പ്രിയങ്കാജി ആദ്യമായി ജീവിതത്തിൽ മത്സരിക്കുക എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും നിർബന്ധിക്കുന്ന സംഗതിയാണ്. അവർക്ക് സമയമായിട്ടില്ല, അതിന് ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത്. ഒരുങ്ങി വന്നു കാണാമല്ലോ, നമുക്ക് അവരുടെ വർക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. വെറുതെ വരാൻ വേണ്ടി വന്നതല്ല, വളരെ ആലോചിച്ച് തീരുമാനിച്ച് മനസ്സൊക്കെ ശരിയാക്കി വന്നാണെന്ന്. രാഹുൽ മാറി പ്രിയങ്ക വരുമ്പോൾ എന്തൊരു വ്യത്യാസം തോന്നുന്നത്? കുറച്ചുകൂടി നമുക്കൊരു കൂടുതൽ വൈബ്രന്റ് ആയിട്ട് പ്രിയങ്കനെ തോന്നുന്നുണ്ട്. അതിൽ കുറെ സമയം പിടിച്ചു ഒരു രൂപത്തിലെത്താൻ. പ്രിയങ്കക്ക് പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. നോക്കുമ്പോൾ ഒരു ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ജീന് വന്നോ എന്നൊക്കെ സംശയിക്കാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഉണ്ടാകാലോ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഇഷ്ടം വോട്ടർമാർക്കും ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പാർട്ടി വോട്ടർമാർ പാർട്ടിക്കേ ചെയ്യുള്ളൂ. പക്ഷെ അപ്പുറം ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, എപ്പോഴും പാർട്ടി എന്നുള്ളത് മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാർ, കേഡർ ആൾക്കാർ, അതെന്താണെങ്കിലും അങ്ങനെ വോട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഇത് വലിയ ഭാഗം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതെയുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, അവരൊക്കെയാണ് പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത. അവർക്ക് ഈ പ്രാവശ്യം ചെയ്യുന്ന കാര്യത്തിൽ പരിപൂർണ്ണ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോളിംഗ് ശതമാനം വർദ്ധിച്ചെങ്കിൽ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കണം. നമ്മൾ ലക്ഷ്യം വെക്കുന്നവരെ മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ഭാര്യ മറയുമ, മകനും KPCC ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങിയവർ നിലമ്പൂർ വീട്ടിക്കുത്ത് LP സ്കൂളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു പോളിംഗ് ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, എന്തായാലും ഒരു 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷത്തെ ബാധിക്കും. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു 5 ലക്ഷം ഭൂരിപക്ഷമാണ്. കാരണം അത്രമാത്രം മുൻപെങ്ങുമില്ലാത്ത രൂപത്തിൽ പ്രചരണ കാലഘട്ടത്തിലൊക്കെ, അത് കുടുംബയോഗങ്ങളാവട്ടെ, സ്ക്വാഡുകളാവട്ടെ, പബ്ലിക് മീറ്റിംഗ് ആവട്ടെ, പ്രിയങ്കാ ഗാന്ധിക്ക് നൽകിയ സ്വീകരണമാവട്ടെ, ഇതിലൊക്കെ തന്നെ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഒരു ജനങ്ങളുടെ ഒരു വലിയ സാന്നിധ്യം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കൊടുത്താൽ 59,000 വോട്ടായിരുന്നു കഴിഞ്ഞത്. ഇത്തവണത്തിലും ഈ മണ്ഡലത്തിന് പ്രതീക്ഷിക്കുന്നു. ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ എന്തായാലും 75,000 മുകളിൽ പ്രതീക്ഷിക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിലെ 209 പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ നീണ്ട നിരയാണ് ഉള്ളത്. മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഇത് ആവേശം പകരുന്നതാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ 2,16,541 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,10,826 പുരുഷ വോട്ടർമാരും 1,15,705 സ്ത്രീ വോട്ടർമാരും മറ്റുള്ളവർ 6-മാണ്. മുണ്ടേരി വനത്തിലെ വാണിയമ്പുഴയിലും വഴിക്കടവ് വനത്തിലെ പുഞ്ചംകൊല്ലിയിലും കരുളായി നെടുങ്കാറ്റെ അമേഠി സെന്ററിലും ആദിവാസി വോട്ടർമാർക്കായി പ്രത്യേക ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വാണിയമ്പുഴയിൽ 258 വോട്ടർമാരും പുഞ്ചംകൊല്ലിയിൽ 231 വോട്ടർമാരും നെടുങ്കായത്ത് 462 വോട്ടർമാരുമാണുള്ളത്. നിലമ്പൂർ മണ്ഡലത്തിലെ 17 പ്രശ്നബാധിത ബൂത്തുകളിലും വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധിക്ക് 99,325 വോട്ടുകൾ നേടിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ 42,962 വോട്ടുകളും NDA സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ 17,520 വോട്ടുകളുമാണ് നേടിയത്. ഇക്കുറി മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണമാണ് നടത്തുന്നത്. വോട്ടിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയും മുന്നണികൾക്കുണ്ട്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് പ്രവർത്തകർ. A+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.